ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സ് ആയാലും ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ആയാലും ഇതിലെല്ലാം നമ്മൾ 100-ന് മുകളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം, പോവർട്ടിയെ അഡ്രസ്സ് ചെയ്യണം, അസമത്വത്തെ അഡ്രസ്സ് ചെയ്യണം, അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യണം. സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, ചൂഷണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ വർഷത്തെ ഒരു മനുഷ്യനെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യുന്ന അളവിൽ നിന്നാൽ അടുത്ത വർഷം പറ്റില്ല, കുറച്ചുകൂടെ രൂക്ഷമാകണം. അതിനെന്തുവേണം, നിലവിലുള്ള നമ്മൾ ഈ വെൽഫെയർ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ വെൽഫെയർ ലെജിസ്ലേഷനുകളെല്ലാം തള്ളിക്കളയണം. നിയോ ലിബറലിസം അതിൻ്റെ ഡെഡ് എൻഡിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരു ഫാസിസം എന്ന നിലയിലേക്ക് മാറുന്നത്. അപ്പോൾ ഫാസിസം ഒരു സാംസ്കാരിക പ്രതിഭാസം എന്ന നിലയിലല്ല കാണേണ്ടത്. ഫാസിസത്തെ രാഷ്ട്രീയ സമ്പദ്ഘടനാപരമായിട്ടും കാണണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രശ്നങ്ങൾ. ഈ ബഡ്ജറ്റ്, ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു രാഷ്ട്രീയം. പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ എക്സ്പെൻഡിച്ചർ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലും ഇതൊക്കെയാണ്. നമുക്ക് എത്ര കാലമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം 6% ഇങ്ങനെ ഇതിലേക്ക് വിദ്യാഭ്യാസത്തിനെ നീക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സൈഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ ജീവിത ഗുണത വർദ്ധിപ്പിക്കാനും അല്ല. അപ്പോൾ തീർച്ചയായും ഓരോ അടുത്ത വർഷം ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി പൊതുവിൽ വർദ്ധിക്കുക ഇടവരും. തൊഴിലാളികളുടെ വലിയ കൂട്ടായ്മയെ തകർക്കാൻ കഴിയുന്ന അനുകൂല ഘടകം ഒന്ന് ഈ കാഷ്വലൈസേഷൻ, മറ്റൊന്ന് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ കഴിയും, അന്തർദേശീയമായിട്ട് ഭിന്നിപ്പിക്കാൻ പറ്റും. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ മറ്റ് വലിയ വൻകിട രാഷ്ട്രങ്ങളിലെ തൊഴിലാളികൾ, അവർക്ക് ഉയർന്ന വേതനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അപ്പോൾ 3-4 രാജ്യങ്ങളിലെ ആൾക്കാർക്ക് കുറഞ്ഞ വേതനം കിട്ടുന്നു. ഇൻഫോസിസിൻ്റെയും അവരുടെയൊക്കെയും സിഇഒമാരും ഓണർമാരും ഒക്കെ പറയുന്നത് 12 മണിക്കൂർ ജോലി ചെയ്യുന്നതാണല്ലോ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തിനാ ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുന്നത്, ജീവിത പങ്കാളിയായിട്ട് സംസാരിച്ച് സമയം കളയുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം, അവർക്ക് യഥേഷ്ടം പറയാൻ, ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് കേരളത്തിൽ അത് മാറി. ജോലി സമയത്ത് സംബന്ധിച്ചൊക്കെ ഉള്ള കേരളത്തിൻ്റെ മുമ്പോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും ഈ ഒരു കാഴ്ചപ്പാടിന്, പുരോഗമനപരമായ കാഴ്ചപ്പാടിലല്ല. തൊഴിലിൻ്റെ സമയം കുറയുവാണല്ലോ ചെയ്യേണ്ടത്. അതാണല്ലോ തൊഴിലാളി, അവൻ്റെ സർഗാത്മകതയും അവനൊരു തൊഴിലാളി അന്തസ്സ്, ഡിഗ്നിറ്റിയും. എന്തിന് അവൻ രാഷ്ട്രീയം പഠിക്കുന്നതും പോലും അവന് സമയം കിട്ടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അപ്പോൾ ഈ ടെക്നോളജി വരുന്നത് ആർക്ക് പ്രയോജനം ചെയ്യുന്നു? അപ്പം ഭരണകൂടം ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് അനുസരിച്ച ആണ് ഇരിക്കുന്നത്. കേരളത്തിലൊക്കെയാണെങ്കിൽ തന്നെയും സ്വതന്ത്രമായ നിലപാടുകൾ പലപ്പോഴും ട്രേഡ് യൂണിയനുകൾക്ക് എടുക്കാൻ പറ്റാത്ത, എടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനമുണ്ട്. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്മാർട്ട് മീറ്റർ വരുന്നത് പറഞ്ഞാൽ ദേശീയ അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ വരുന്നത് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമാണ്. അതിൻ്റെ റവന്യൂ സെക്ഷനിൽ ഒരു കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ള നിലയിൽ വന്നു. അപ്പം കേരളത്തിൽ അതിനെ മാറ്റി പൊതു സംവിധാനത്തിലേക്ക് അത് കൊണ്ടുവന്നു. ട്രേഡ് യൂണിയൻ്റെ മാത്രം ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം. അത്യന്തം അപകടകരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നു പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സാധാരണ സാമ്പത്തിക പ്രക്രിയയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രേഖയായിട്ട്, ഒരു വഴിപാട് രേഖയായിട്ട് മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട പല നിയമനിർമ്മാണങ്ങളും ബഡ്ജറ്റിന് പുറത്താണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേബർ കോഡിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ദേശീയ പണിമുടക്ക് നടന്നു കഴിഞ്ഞത്. അതായത് തൊഴിൽ സുരക്ഷ മുതൽ സമരം ചെയ്യാനുള്ള തൊഴിലാളികളുടെ അവകാശം വരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളുള്ള അതാണ് ഈ ലേബർ കോഡ്. അതുകൂടാതെ രണ്ടാമത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച ഒരു നിയമനിർമ്മാണം അടുത്ത കാലത്ത് വരുന്നു. പിന്നെ വിത്ത് നിയമ ഭേദഗതി, അതായത് 80% ചെറുകിട നാമമാത്ര കർഷകരുടെ ഇന്ത്യയിലെ ഈ വിത്ത് സംഭരണത്തിൻ്റെ വികേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തിന് മുഴുവൻ തകർത്ത് കളയുന്ന, അതിലേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ വഴിയൊരുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ്. സാമാന്യ ജനങ്ങളെ ബാധിക്കുന്ന, അടിസ്ഥാന വർഗത്തിനെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളെല്ലാം ബഡ്ജറ്റിന് പുറത്താക്കുകയും ബഡ്ജറ്റിനൊരു സാധാരണ ഒരു ഡോക്യുമെൻ്റ് മാത്രമാക്കി തീർക്കുകയും ചെയ്യുന്ന, അതിലൂടെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഇക്വാലിറ്റി, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യങ്ങളൊന്നായിട്ട് ഇപ്പോൾ ഇന്ത്യയെ വിലയിരുത്താം. അതേസമയം നേരെ മറിച്ച് സർക്കാർ പക്ഷത്ത്
പറയുന്ന അവകാശവാദം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള 4ാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണെന്ന്. ഈ 2 എക്സ്ട്രീമുകൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ കഴിയുക? ഒന്ന്, നമുക്ക് ലഭ്യമായ ബഡ്ജറ്റിലൂടെ ലഭ്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ രാജ്യത്ത് സ്ഥിതിവിവര കണക്കുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഒന്നും ശരിയായ നിലയിലല്ലെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ GDP സംബന്ധിച്ച കണക്ക്, GDP ആണല്ലോ ബഡ്ജറ്റിൻ്റെ അതിൻ്റെ ശതമാനക്കണക്കിലാണല്ലോ എക്സ്പെൻഡിച്ചർ എത്ര നടന്നു, ഓരോന്നിനും എത്ര നീക്കി ഇരിപ്പുണ്ട് എന്നൊക്കെ അറിയുന്നത്. ഈ GDP സംബന്ധിച്ചുള്ള കണക്ക് വേൾഡ് ബാങ്ക് ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ട് നിൽക്കുക. അങ്ങനെ സ്ഥിതിവിവര കണക്കുകൾ എല്ലാം തന്നെ ആ സംവിധാനം, ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥിതിവിവര കണക്ക് സംവിധാനമുള്ള ഒരു രാജ്യം ഒന്നായിരുന്നു. അഭിമാനകരമായിരുന്നു. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഗംഭീരമായൊരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. നമുക്കൊരു കനേഷുമാരി ഉണ്ടായിരുന്നു. ഈ സംവിധാനങ്ങൾ എല്ലാം തകർന്നു. ആ മേഖലയിൽ വലിയ ദേശീയ അന്തർദേശീയ പ്രശസ്തിയുള്ള ആൾക്കാരൊക്കെ വിട്ടുപോകുന്നു അവസ്ഥയുണ്ട്. ഇപ്പം ഹെൽത്തിൻ്റെ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ മേഖലയുടെ വിദഗ്ധനായ ജെയിംസ് രാജിവെച്ച് പോയി. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ മോഹനൻ അവർ വിയോജിപ്പ് പഠിപ്പിച്ചു. അല്ല, ഭരണകൂടം ആവശ്യപ്പെടുന്ന തരത്തിൽ ഡേറ്റയെ, വിവരങ്ങളെ അതനുസരിച്ച് വക്രീകരിച്ച് കൊടുക്കാനായിട്ട് ഇവരുടെ മേലിൽ നിർബന്ധം വരുന്നതുകൊണ്ടാണ് ഈ സംഭവം. GDP സംബന്ധിച്ച കണക്ക് സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന സുബ്രഹ്മണ്യൻ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ GDPയുടെ കണക്ക് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഉൽപാദന പ്രവർത്തനങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന സമയത്തൊക്കെ GDP ഉയർന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമ്മുടെ കണക്കുകളുടെ രണ്ടാമത്തെ ആ കണക്കിൻ്റെ ഒരു പ്രശ്നം, GDPയുടെ വളർച്ച വെച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ മികച്ച നിലയിലേക്ക് പോകുന്ന 3ാമതായി പോകുന്നുള്ളതാണ്. അത് നമ്മൾ വേറെ അടുത്ത രാജ്യം കൂടി വെട്ടിപ്പിടിച്ചാൽ വീണ്ടും നമ്മുടെ GDP കൂടും. അത് തലയെണ്ണം നോക്കി അത്രയും ആൾക്കാർ വസിക്കുന്ന അത്രയും ആൾക്കാരുടെ ഉൽപാദന പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ടാണ്. ഉദാഹരണത്തിന് ആളോഹരി എടുത്താൽ, ആളോഹരി വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ, അല്ലെങ്കിൽ GDP എടുത്താൽ, ജപ്പാൻ നമ്മളുടെ നിന്ന് പുറകിലോട്ട് പോകും, അല്ലെ നമ്മൾ മത്സരിക്കാൻ പോകുന്ന ജപ്പാൻ എത്രയോ മടങ്ങ് വലുപ്പമാണ് ഇന്ത്യയായിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകളുടെ മേനിവർച്ചിലിൽ കഥയില്ല. മറ്റൊന്ന്, ബഡ്ജറ്റിന് പുറത്ത്, ബഡ്ജറ്റ് ഒരു രാഷ്ട്രീയ രേഖയല്ല, അത് വരവ് ചെലവ് കണക്കുകളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് PD സതീശനൊക്കെ ഇവിടെ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം പറഞ്ഞു. അങ്ങനെയല്ല, അത് ബഡ്ജറ്റ് ഒരു രാഷ്ട്രീയ രേഖയാണ്. ഒരു സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട്, വികസനത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലെ വരികൾക്കിടയിലൂടെ വായിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഇതൊരു തുടർന്ന് വന്ന ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അല്ലെ BJP ഗവൺമെൻറ് തുടർന്ന് വരുന്ന നയത്തിൻ്റെ ഒരു സ്വാഭാവിക പരിണതി മാത്രമായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണാവുള്ളൂ. അതിലൊന്നും വലിയ തോതിലുള്ള വ്യതിയാനങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത ബഡ്ജറ്റുകളിൽ ഇത് വർദ്ധിക്കുകയുള്ളൂ. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ആ രാജ്യത്ത് അപ്പോൾ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ വേണ്ടവണ്ണം അഭിസംബോധന ചെയ്യണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ട്രേഡിൻ്റെ മേഖലയുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം, ഇതെല്ലാം നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ ബാധിക്കും. കയറ്റുമതിയെയും ഇറക്കുമതിയും ബാധിക്കും. നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അപ്പോൾ ബഡ്ജറ്റിലേക്ക് ആ സംഗതികളൊന്നും അവർ കൊണ്ടുവരുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം ഇന്നലെയോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടൊരു സംഗതിയാണ്, ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യരുത്, PM കെയേഴ്സ് ഫണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്, പ്രതിരോധ മേഖലയിലെ ചെലവുകളെ കുറിച്ച് ചർച്ച ചെയ്യരുത്, ദുരിതാശ്വാസ മേഖലയിലെ പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടിനെ സംബന്ധിച്ച് അത് ചർച്ച പാടില്ല എന്ന് പറഞ്ഞു. ഇത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് അത് പറയുന്നത് നോക്കണം. അപ്പോൾ പാർലമെൻറ്റിനെ മറികടന്നുകൊണ്ട്, ലെജിസ്ലേച്ചറിനെ മറികടന്നുകൊണ്ട് ആണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ബഡ്ജറ്റ് വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നത്, അടിസ്ഥാന മൗലികമായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളെ അവഗണിക്കുകയും അതേസമയം ഇവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ബഡ്ജറ്റിലൂടെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. ഈ ബഡ്ജറ്റിൻ്റെ ഇപ്പം നമ്മൾ രാജ്യത്തെ ഈ സാമ്പത്തിക മേഖല തന്നെ എടുത്ത് പരിശോധിക്കേണ്ട ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സ് ആയാലും ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ആയാലും ഇതിലെല്ലാം നമ്മൾ 100ന് മുകളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം, പോവർട്ടിയെ അഡ്രസ്സ് ചെയ്യണം, അസമത്വത്തെ അഡ്രസ്സ് ചെയ്യണം, അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ 2019 ആകുമ്പോൾ 45 വർഷം മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരികെ വന്ന നമ്മുടെ പല വികസന സൂചികൾക്കും ഇപ്പം താരതമ്യം ചെയ്യാൻ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായിട്ട് പറ്റില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടവുമായി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പല നിലകളുമായിട്ട് വേണം നമുക്ക് പിന്നെ കമ്പയർ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ എക്കണോമി കടന്നിരിക്കുക. അതിപ്പം അംഗീകരിക്കണമെന്നില്ല, പുതിയ പളവളപ്പുകളിൽ ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കണമെന്ന് ഇല്ല. അത് സംസ്ഥാന ഗവൺമെൻറ് സർക്കാരുകളിലേക്ക് പോകുമ്പോഴും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലേക്ക് പോകുമ്പോഴും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ. അവരും അതങ്ങനെ ഒന്നും പിന്നെ അംഗീകരിക്കണമെന്ന് ഇല്ല. ഇതാണ് ഒരു പ്രധാനം. അപ്പം ഇത് ചെയ്യുന്നത് ഒരു ക്ഷേമത്തിന് വേണ്ടിയല്ല. ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ്, കുറച്ച് പേർക്ക് ജോലിയില്ലാതെ ആൾക്കാരൊന്നാൽ കഷ്ടപ്പെടുമല്ലോ, ധാർമ്മികമായിട്ട് അവർക്ക് ജോലി കൊടുക്കണം. പോവർട്ടി എന്ന് പറയുന്നത് ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ചല്ല. പിന്നെ ആൾക്കാർ ഭക്ഷണം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്, അവരെ ചേർത്ത് പിടിക്കണമല്ലോ. അപ്പോൾ പോവർട്ടി പിന്നെ പരിഹരിക്കണം, അതതിൻ്റെ ഒരു ധാർമ്മിക ആവേശമാണ്. പക്ഷേ ഈ എക്കണോമിക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇത് ചെയ്തു വെക്കുകയുള്ളൂ. ഈ എക്കണോമിക്ക് ഇങ്ങനെ തന്നെ തുടർന്ന് പോകണമെങ്കിൽ ഈ മൂലധന വ്യവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ഇവരാഗ്രഹിക്കുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ GDPയും മറ്റിതര കാര്യങ്ങളും ഒക്കെ തന്നെ വെൽഫെയർ വേണ്ട, ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് ചെയ്തു വെക്കുള്ളൂ. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ വരും. നമുക്കൊരു ബഡ്ജറ്റിനെ ഒരു സാമ്പത്തിക 2 നിലയിൽ നമുക്ക് കാണാം. ഒന്ന് സപ്ലൈ സൈഡിൽ കാണാം. സപ്ലൈ സൈഡിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു, ഉൽപ്പാദനം വർദ്ധിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ പണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നാനാ വഴിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അത് വർദ്ധിച്ചു, അല്ലെങ്കിൽ വീണ്ടും എക്കണോമിക്കൊരു പിന്നെ പ്രചോദനമായി. അത് കണ്ടുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു. ഇതൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന നിലയിൽ, മറ്റൊരു തരത്തിൽ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന നിലയ്ക്ക് വരും. അപ്പോൾ ഇങ്ങനെയൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ അത് സപ്ലൈ സൈഡാണ്. സപ്ലൈ സൈഡ് താല്പര്യമുള്ളവരാണ്. ആ സപ്ലൈ സൈഡ് വഴി നമുക്ക് എക്കണോമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോൾ എക്കണോമി നല്ല നില പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഡിമാൻഡ് വളരെ പ്രധാനമാണ്. അഗ്രഗേറ്റ് ഡിമാൻഡ്, ഒരു സമൂഹത്തിൻ്റെ അഗ്രഗേറ്റ് ഡിമാൻഡ് ഇല്ല എങ്കിൽ ഈ സംഗതികളെല്ലാം പ്രാഥമിക പാഠമായി. ഉണ്ടാക്കിയിടുന്ന സംഗതികളൊന്നും വാങ്ങാനായിട്ട് ആളില്ല എങ്കിൽ ഇതൊന്നും പിന്നെ നിലനിന്ന് പോകില്ല. അപ്പോൾ അത് വീണ്ടും എക്കണോമിയിലേക്ക് വീണ്ടും പ്രചോദനമൊന്നും വരികയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടക്കാത്തത്. മറ്റ് തരത്തിലുള്ള മൂലധനങ്ങൾ ഇങ്ങോട്ട് ഒഴുകും എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും അങ്ങനെ ഒഴുകാതിരിക്കുകയും, അല്ലെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റൽ മാത്രമായിട്ട് ഊഹക്കച്ചവടത്തിൻ്റേതായിട്ടുള്ള വരവിനപ്പുറം ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാതെ പോകുന്നതിൻ്റെ ഒരു കാര്യം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവരും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് 1930 ആ സമയത്തെ ലോക സാമ്പത്തിക കുഴപ്പത്തിന് സമാനമായൊരു അവസ്ഥയിലേക്ക് വേണമെങ്കിൽ പോയേക്കാന്നൊരു സാധ്യതയും കൂടി സാമ്പത്തിക വിദഗ്ധർ ലോകത്തെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്ത്യക്ക് കൂടുതൽ ബാധകമാണ്. ഇന്ത്യ ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അന്ന് കെയ്ൻസും ഒക്കെ വന്നിട്ട് അതുവരെയുള്ള ഒരു പ്രശ്നം എന്താണ്, ഈ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു മാർക്കറ്റ് ഇക്കണോമിയാണ്. വാട്ട് എവർ മേ ബി പ്രൊഡ്യൂസ്, ഇറ്റ് വിൽ ഷുവർലി ബി ടേക്കൺ ഫ്രം ദ മാർക്കറ്റ്. എന്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചോ ഓട്ടോമാറ്റിക്കായിട്ടൊരു മാർക്കറ്റിന് ഒരു മെക്കാനിസം ഉണ്ട്, അത് വാങ്ങാൻ ആളുണ്ടായിക്കോളൂ, ഇതിങ്ങനെ കറയിക്കൊണ്ടിരിക്കുന്നതാണ്. മുമ്പ് മാർക്സ് ഇത് അങ്ങനെയൊന്നും ഇല്ല, ഇത് കെട്ടിക്കിടക്കും എന്നൊന്നും പറഞ്ഞാൽ അതിൽ അങ്ങനെയൊന്നും അതിങ്ങനെ തന്നെ അങ്ങ് പോവുക ചെയ്ത്. ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അത് ആ നിലയിലേക്ക് കെയ്ൻസ് പിന്നെ സത്യത്തിൽ ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുക കെയ്ൻസ് ചെയ്ത. കെയ്ൻസിനൊരു വെൽഫെയർ എക്കണോമിസ്റ്റിൻ്റെ പരിവേഷവും ആ നിലയിലുള്ള ഒരു ആധികാരികതയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു കണക്കിന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു വീണ്. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ പണം എത്തണമെന്നാണ്. അത് പറഞ്ഞേ വെറുതെ കുഴി കുഴിക്കാൻ പൈസ കൊടുക്കാനാണ് പറഞ്ഞത്. പണം കൊടുക്കുക, അവർക്ക് വെറുതെ കുഴി കുഴിക്കാനായിട്ട് പണം കൊടുക്കുക. അപ്പോൾ കുഴി കുഴിക്കും, ആ ടൈം കൊടുക്കുക, അവരത് മാർക്കറ്റിലേക്ക് ആ പണം വരും, അത് വീണ്ടും രക്ഷപ്പെട്ടു പോകുന്ന പറഞ്ഞു. അപ്പം ആ നിലയിലാണ് സത്യത്തിൽ വെൽഫെയർ എക്കണോമിക്സ് എന്നൊരു കൺസെപ്റ്റൊക്കെ മുതലാളിത്ത സമൂഹത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കടന്നു വരുന്നതിൻ്റെ ഒരു ധാര ഇത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അത് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ ഒരു സംവിധാനമാണ് 70 80 വരെയൊക്കെ ലോകത്ത് 70കളിലൊക്കെ പോയി തുടങ്ങിയത്. അതുകൊണ്ട് മാത്രം ഒരു വെൽഫെയർ വെച്ചുകൊണ്ട് മാത്രം സമ്പദ് വ്യവസ്ഥ അങ്ങനെ അതിനൊരു പരിധിയുണ്ട്. കാരണം മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനപരമായ അസ്ഥിരതകളെ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് 70കളിൽ വീണ്ടും ഈ നിലയിലുള്ള സമ്പദ് വ്യവസ്ഥ തകരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് താച്ചറായാലും താച്ചറിസം കടന്നു വരുന്നത്. വീണ്ടും തിരിച്ചുപോയി
സ്വതന്ത്ര മാർക്കറ്റിലേക്ക് തിരിച്ചുപോയി, എല്ലാ വെൽഫെയർ മോഡികളിലും പോയി. അത് ആണ് അതിന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ചു പോകാമെന്ന് പറയാനൊക്കത്തില്ല. അതിന് ഒരു ലിബറൽ സമൂഹത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്ന് പറഞ്ഞ് നിയോ ലിബറലിസം എന്ന നിലയിൽ അതിന് വരുവാണ് ചെയ്തത്. ആ സംഗതിയുടെ ആ ഒരു വളർച്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം ഒക്കെ ഉണ്ടത്. അത് പ്രതിസന്ധിയിലേക്ക് പോവുക. അതും അതിൻ്റെ ആദ്യത്തെ പളവളപ്പ് കഴിഞ്ഞ് അതിൻ്റെ ആത്യന്തികമായ പ്രശ്നം എന്താണ്? സമ്പത്തിൻ്റെ കേന്ദ്രീകരണം. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാൻ എന്തെടുത്തോ അതിൽ വന്ന ബലഹീനതയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറ്റവും ആദ്യം തള്ളിയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം അത് സ്വാഭാവികമാണ്. അപ്പം ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധി സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കും. അത്രമേൽ സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചൂഷണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഈ വർഷത്തെ ഒരു മനുഷ്യനെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യുന്ന അളവിൽ നിന്നാൽ അടുത്ത വർഷം പറ്റില്ല, കുറച്ചുകൂടെ രൂക്ഷമാകണം. അതിനെന്ത് വേണം? നിലവിലുള്ള നമ്മൾ ഈ വെൽഫെയർ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ വെൽഫെയർ ലെജിസ്ലേഷനുകളെല്ലാം തള്ളിക്കളയണം. തള്ളിക്കളയെന്ന് പറഞ്ഞാൽ രണ്ടാണ് സുപ്രധാനം, ബാക്കിയെല്ലാം ഇതിൻ്റെ ചേർന്ന് വരുന്ന നിയമങ്ങളേ ഉള്ളൂ. ഏറ്റവും സുപ്രധാനം എന്താണ്? തൊഴിലെടുക്കുന്നവരുടെ, കൃഷിക്കാരാകട്ടെ, തൊഴിലാളിയാകട്ടെ, കർഷകരാകട്ടെ, അവരുടെ ഉള്ള പരിരക്ഷകളെല്ലാം തകർത്ത് കളയണം. അതുപോലെ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ അതിന് വരുന്ന തടസ്സങ്ങൾ, നമ്മുടെ പ്രകൃതി സംരക്ഷണ ലെജിസ്ലേഷനുകളെല്ലാം തകർക്കപ്പെടുന്നത്. അപ്പം അതിനു മുമ്പുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വന നിയമമാകട്ടെ, 80-കൾക്ക് ശേഷം വന്ന പ്രകൃതി സംരക്ഷണ നിയമങ്ങളാകട്ടെ, ഇതെല്ലാം ഭേദഗതികളാണ് വരുന്നത്. ഭേദഗതികൾ വന്ന് ഒറിജിനൽ നിയമം അതേപടി മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ ഇതാനും മാറും. ഇങ്ങനെ ചെയ്തേ ഇവർക്കൊക്കെ ഉള്ളൂ. അപ്പം എന്നാൽ അടുത്ത വർഷം മെച്ചപ്പെടും എന്ന് ഈ സംവിധാനത്തിനകത്ത് ഇത് അടുത്ത വർഷം ഇത് മെച്ചപ്പെടാനായിട്ട് പോകുന്നില്ല. ഇവർക്ക് ഇത് ചെയ്തേ ഒക്കെ ഉള്ളൂ. അതപ്പം അങ്ങനെ ചെയ്തു പോകുമ്പോൾ അതിനെതിരെ വരുന്ന പ്രതിരോധം വരും. ആ പ്രതിരോധത്തെ കൈകാര്യം ചെയ്യാനാണ് ജനാധിപത്യ വിരുദ്ധത വേണ്ടി വരുന്നത്. അതും അവരെ സംബന്ധിച്ച് അനിവാര്യമായൊരു ഘടകമാണ്. ഇതിനെതിരെ സ്വാഭാവികമായിട്ട് വരും. ആ ഒരു നിലയൊക്കെ ഒരു പരിധി കഴിയുമ്പോഴാണ് നിയോ ലിബറലിസം അതിൻ്റെ ഡെഡ് എൻഡിൽ എത്തിച്ചേരുമ്പോഴാണ് അത് ഫാസിസം എന്ന നിലയിലേക്ക് മാറുന്നത്. അപ്പോൾ ഫാസിസം ഒരു സാംസ്കാരിക പ്രതിഭാസം എന്ന നിലയിലല്ല കാണേണ്ടത്. ഫാസിസത്തെ രാഷ്ട്രീയ സമ്പദ്ഘടനാപരമായിട്ടും കാണണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രശ്നങ്ങൾ. ഈ ബഡ്ജറ്റ്, ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു രാഷ്ട്രീയം. ഈ പ്രശ്നങ്ങൾ ഇന്നത്തെ നിൽക്കുക. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സംഗതി, ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ, നമ്മുടെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഇത് GDP വർദ്ധിക്കുന്നതിന് ആ ഒരു തോതിലൊരു വർധനയൊന്നും വരില്ല. നമ്മൾ ഇൻഫ്ലേഷനും മറ്റു കാര്യങ്ങളൊക്കെ തട്ടിക്കിഴിച്ച് കഴിഞ്ഞാൽ വലിയൊരു വർധന നമുക്ക് അതിനകത്ത് വരുന്നെന്ന് പറയാനായിട്ടൊക്കെയില്ല. ഇതിനൊരു കാര്യമുണ്ട്. വൻകിട രാഷ്ട്രങ്ങളും മറ്റുമൊക്കെ ഫിനാൻസ് മൂലധനത്തിൻ്റെയൊക്കെ സമ്മർദ്ദം നമുക്ക് വീഴുന്നുണ്ട്. ഇവിടെ വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാൻ പാടില്ല. അതിൽ ജനങ്ങളുടെ കൂടുതൽ ഡിമാൻഡ് ഇവിടെ വർദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും കമ്മിയും വർദ്ധിക്കാൻ പാടില്ല. കമ്മി വർദ്ധിച്ച് കൂടുതൽ എക്സ്പെൻഡിച്ചർ പോകുമ്പോഴാണല്ലോ കമ്മി വരുന്നത്. അപ്പോൾ കമ്മിയുള്ള ബഡ്ജറ്റിനെ അവരെതിർക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാ. കമ്മിയില്ലാത്ത ബഡ്ജറ്റ് പുരോഗമനപരം എന്ന് പറയുന്നതും ശരിയല്ല. കമ്മി ഉള്ള ബഡ്ജറ്റ് മൂന്നാം ലോക രാജ്യങ്ങളൊന്നും അവതരിപ്പിക്കേണ്ടതെന്നുള്ളത് സാമ്രാജ്യത്തിൻ്റെ ഒരു അജണ്ടയാണ്, വൻകിട രാഷ്ട്രങ്ങളുടെ ഒരു അജണ്ടയാണ്. ഇവിടുത്തെ ഡിമാൻഡും മറ്റൊക്കെ കിട്ടിയ ഇവിടുന്നുള്ള വിഭവങ്ങൾ അവർക്ക് വേണം, ഇവിടുത്തെ പ്രാഥമിക വിഭവങ്ങൾ അവർക്ക് യഥേഷ്ടം കിട്ടണം. അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഓരോ ബഡ്ജറ്റിലും എടുത്ത് പരിശോധിക്കുമ്പോൾ എന്താണ് വരുന്നത്? വെട്ടിക്കുറവ് നടത്തേണ്ടി വരുന്നു. കടം വാങ്ങാൻ പറ്റുന്നില്ല, വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാൻ എന്താ ശ്രമിക്കുന്നത്? അത് കോർപ്പറേറ്റുകൾക്കോ അവർക്കാണ് ഇളവുകൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ബജറ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോർപ്പറേറ്റ് ടാക്സ് ഇൻഡിവിജ്വൽ ടാക്സിനെക്കാട്ടിലും കുറവായിട്ട് നിൽക്കുക. ഇത് നേരത്തെ മുതലേ ഇങ്ങനെ കുറഞ്ഞു വരിക. എന്നാൽ ഇത്രത്തോളം ഇന്റൻസിറ്റിയിൽ, ഇത്രയും തീവ്രതയിൽ വ്യത്യാസം ഈ വിഭജനം കാണുന്നത് ഇപ്പോഴാണ്. അത് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ, ആരോഗ്യം, സോഷ്യൽ സെക്ടറുകളിൽ എല്ലാം വെട്ടിക്കുറവാണ്. ഏതെങ്കിലും ഒരു എല്ലാം വെട്ടിക്കുറവാണ് വരുന്നത്. അഗ്രികൾച്ചറിലൊക്കെ ചെറിയൊരു വർധന, അത് ഇതുമായിട്ട് നോക്കുമ്പം ഇൻഫ്ലേഷനുമായിട്ട് തട്ടിക്കഴിയുമ്പോൾ ഇല്ല, ആ ഒരു വർധനയല്ല. പ്രതിരോധ മേഖലയിൽ മാത്രമാണ് ഒരു 15%. പ്രതിരോധ മേഖലയിൽ മിക്കവാറും ഈ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്
ആയിരിക്കും അതിന്റെ പ്രധാന ഗുണഭോക്താക്കളും. അതെ 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 അതായത് വാങ്ങലും അതന്നെ, ആയുധ വാങ്ങലും മറ്റു സംഗതികളും എല്ലാം അങ്ങനെയാണല്ലോ പോകുന്നത്. പ്രത്യക്ഷ ടാക്സുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് അവർക്കൊരു പ്രചോദനം കൊടുക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അത് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടിയോ? ഇല്ല, കൂടത്തില്ല. സത്യത്തിൽ വേണ്ടത് ഇതാ, ഇവിടെയാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഡിമാൻഡ് വർദ്ധിപ്പിക്കണം. ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴേ ഇനി എക്കണോമിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി സത്യത്തിൽ പിന്നെ UPA ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതി, എക്കണോമിയെ പിടിച്ചു നിർത്തിയതും ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടി UPA രണ്ടാമത് വരുന്നതൊക്കെയും അത് തന്നെയാണ്. പിന്നെ അതിൽ നിന്നുള്ള ഡീവിയേഷൻസും പിന്നെ അതിനോടുള്ള ലെഫ്റ്റിന്റെ പ്രതികരണവും ഒക്കെ ആയിട്ടാണല്ലോ പിന്നെ രണ്ടാം UPA സർക്കാർ ആ സമയമായപ്പോഴത്തേനും വലിയ തോതിൽ ഈ നിയോ ലിബറൽ അജണ്ടയും അതിനോടനുബന്ധിച്ചുള്ള അഴിമതികളും എല്ലാം കടന്നു വന്നു. പിന്നെ BJPക്ക് വഴിയൊരുക്കി കൊടുക്കുക ചെയ്തത്. അതിൽ അന്ന് പിന്നെ കോൺഗ്രസ് വന്നെങ്കിലും കോൺഗ്രസും അതിനോട് അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ട് ഇരുന്നില്ല. എന്നാൽ ഇത്രത്തോളം അട്ടിമറിക്കപ്പെടുന്നത് ഇപ്പോഴാ. എന്ന് മാത്രമല്ല, ഈ സെസ്സും മറ്റുമൊക്കെ കൊണ്ടുവന്ന് സംസ്ഥാന ഗവൺമെന്റിനെ ഈ നികുതിയുടെ വിഭജനത്തില് ഷെയറിങ്ങിൽ ഉണ്ടാക്കുന്ന പോലെ തൊഴിലുറപ്പിലേക്ക് 10-90 എന്ന നിലയ്ക്കായിരുന്നു നിന്നിരുന്നത്. 10% സ്റ്റേറ്റിന്റെ വിഹിതം ഉണ്ടായിരുന്നുള്ളൂ. അത് 40% 40%. അപ്പൊ ഇപ്പൊ പിന്നെ 125 തൊഴിൽ ദിനങ്ങള് ഒരു 8 കോടിയോളം ആൾക്കാർ കാണും കാർഡുള്ളവര്. അവർക്ക് വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ ഒരു 3,00,000-ലധികം കോടി, 3,80,000 കോടി രൂപയൊക്കെ അതിന് വേണ്ടി വരും. അപ്പൊ അതിന്റെ 60% എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2,00,000 ചിലവാനും കോടി രൂപ വേണം. ഇവർ മാറ്റി വെച്ചിരിക്കുന്ന 95,000 കോടി രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതി 95,000 കോടി രൂപ. പിന്നെ പുതിയ പദ്ധതിക്ക് എന്ന് പറഞ്ഞ കുറച്ച് പണം, അതാ ശരിക്കും 95,000 കോടി രൂപ എന്നെടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റ് കണ്ടെത്തണം. 60,000 കോടിയിലധികം രൂപ സ്റ്റേറ്റ് ഈ ഇതിലേക്ക് പിന്നെ കണ്ടെത്തേണ്ടി വരിക. അപ്പൊ ഇതിനകത്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തെ വീണ്ടും ഒരു കലക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ. സ്റ്റേറ്റിനോട് ആവശ്യപ്പെടൂല്ലോ, ഞങ്ങൾ ഇത്ര തന്നു, ബാക്കി സ്റ്റേറ്റ് തരണം. സ്റ്റേറ്റിന് വിഹിതം വേറെ എല്ലാം വെട്ടിക്കൊള്ളു. സ്റ്റേറ്റിന് ഇവിടുന്ന പണം സ്റ്റേറ്റിന് അത് കൊടുക്കാനായിട്ടില്ല. അപ്പൊ ഇതാ ഞങ്ങളുടെ വിഹിതം കൊടുത്തല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഈ കഥയൊക്കെ എന്നാണ് ഈ വിഹിതത്തിലുള്ള മാറ്റം വരുത്തിയത്, റേഷ്യോ മാറിയത്, ഇത് ജനങ്ങൾ മറക്കൂല്ലോ. ശരിയാണല്ലോ, കേന്ദ്രം പറഞ്ഞിരിക്കുന്ന പിന്നെ 60% അവർ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാം. അത് തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ സംസ്ഥാനമാണ് വിഹിതം കൊടുക്കാത്തത്. സംസ്ഥാനത്തിന് ഈ നിലയിൽ വിഹിതം കൊടുക്കാനായിട്ട് സംസ്ഥാനത്തിന് കഴിയത്തില്ല. അപ്പോൾ ആ പദ്ധതി അട്ടിമറിക്കപ്പെടും. പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന ജനവികാരം അത് അവർക്ക് തിരിച്ചുവിടാം. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എതിരെ തിരിച്ച് വിടാം. വീണ്ടും ഒരു ഫെഡറലിസത്തിന്റെ ഒരു തകർച്ച, രാജ്യത്തിന്റെ ഒരു അസ്ഥിരതയാണല്ലോ ഇത് പിന്നെ കാണിക്കുന്നത്. ഇതൊരു പദ്ധതി. അപ്പൊ നമ്മുടെ ഈ ആരോഗ്യം എടുത്ത് പരിശോധിച്ചാൽ അതുപോലെ തന്നെ ആരോഗ്യത്തിലെടുത്ത് വെച്ചാൽ ആരോഗ്യത്തിൽ നമ്മുടെ എക്കാലത്തെ ഒരു ആവശ്യം GDP-യുടെ 2.5 അല്ല GDP-യുടെ 2.5 ആരോഗ്യത്തിന് വേണ്ടി വെക്കണം എന്നുള്ളത്. 5% ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിന്റെ 5% ആരോഗ്യത്തിനായിരിക്കണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ 2K ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചറിന്റെ 2K ആരോഗ്യത്തിന് വന്നിട്ടുള്ളൂ. പോയിന്റ് സംതിങ് ഒക്കെയാണ്, 2 മറ്റോ ഒക്കെയാണ് നമ്മുടെ GDP-യിലെ ആരോഗ്യത്തിൻ്റെ. എന്നാൽ ആരോഗ്യ മേഖല പിന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശേഷം കേരളത്തിലൊക്കെ അത് പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിൽ വലിയ തോതിൽ കെട്ടിപ്പടുത്ത പൊതുജനാരോഗ്യ സംവിധാനമാണ്. ആ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ എന്നോടൊപ്പം തന്നെ ഒട്ടേറെ ആശുപത്രികളൊക്കെ ഉണ്ട്. ആശുപത്രികൾ 1ാം-തര ആശുപത്രികൾ മാത്രമല്ല, അതിന് താഴെയുള്ള ആശുപത്രികൾ പോലും പിന്നെ അമേരിക്കയിൽ നിന്നുള്ള പ്ലാസ്റ്റോൺ പോലുള്ള കമ്പനികൾ വന്ന് ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇൻഷുറൻസ് പിന്നെ സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ ഇൻഷുറൻസ് സംവിധാനത്തിലേക്ക് കൊണ്ട് വൻകിട രാഷ്ട്രങ്ങൾക്ക് തന്നെ അങ്ങനെ നീങ്ങിയെടുത്ത് വലിയ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ആ പ്രതിസന്ധി വരും. അതുപോലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഗുണമേന്മയ്ക്ക് അത് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. ഓരോ ചെറുകിട ആശുപത്രികളൊക്കെ ആരോഗ്യ സുരക്ഷയും അതിന്റെ ഗൈഡ് ലൈൻസും ഒക്കെ പാലിച്ചു പോകേണ്ടത് ഒരു മികച്ച ഒരു സമൂഹത്തിന് വേണ്ടതല്ലേ? അപ്പൊ ആ നിയന്ത്രണങ്ങളൊക്കെ വേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ കേൾക്കാൻ പല കാര്യങ്ങളും ഉള്ളത് നമുക്കൊരു ഇമ്പം തോന്നും. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ 3 ടയർ സംവിധാനങ്ങളിലൂടെ മാത്രമല്ല. പ്രൈമറി ഹെൽത്ത് ഈ ചെറുകിട ആശുപത്രികളൊക്കെ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ആ ആശുപത്രികളുടെ 60% ആശുപത്രികൾ കോർഡിനേഷൻ പൂട്ടിപ്പോയി. അപ്പൊ ഇതുകൂടെ ആകുമ്പോൾ ഇതെല്ലാം നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ടല്ലോ. കൂടുതൽ പബ്ലിക് ഈ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ എക്സ്പെൻഡിച്ചർ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇതൊക്കെയാണ്. നമുക്ക് എത്ര കാലമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം 6% ഇങ്ങനെ ഇതിലേക്ക് വിദ്യാഭ്യാസത്തിന് നീക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സൈഡ്
അഗ്രഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും പിന്നെ ജനങ്ങളുടെ ജീവിത ഗുണത വർദ്ധിപ്പിക്കാനും അല്ല. അപ്പോൾ തീർച്ചയായും ഓരോ അടുത്ത വർഷം ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി പൊതുവിൽ വർദ്ധിക്കുക ഇടവരും. കാർഷിക രംഗത്തിന് മറന്നുകൊണ്ട് ഒരു എക്കോണമിക്കും ഇന്ത്യൻ അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റില്ല. 70% കർഷകരുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. പക്ഷെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ബജറ്റിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറയത്തക്ക ഒന്നും കൊടുക്കാതെ നിലനിർത്തുക. അതിൻ്റെ കൂടെ വേണം നമ്മൾ പുതിയ US ഇന്ത്യ കരാറിനെയും കൂടെ അതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം കാണണം എന്ന് തോന്നുന്നു. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടുത്തെ കർഷകരെ ഡയറക്റ്റ് അവരുടെ വിളകളെയും ഒക്കെ ബാധിക്കുന്നതാണ്. ആ ഒരു കരാർ, ഒന്നാമത് ആ കരാറിന് ഒരു സുതാര്യതയില്ല എന്നുള്ളത്, അത് പ്രഖ്യാപിച്ച രീതി പാർലമെന്റിൽ പോലും വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത്, എന്ന് മാത്രമല്ല നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ കാർഷിക മേഖലയെ ബാധിക്കുന്നതും കൂടിയിട്ട്. അതിന് ആ കരാറിനെ എങ്ങനെയാണ് വിലയിരുത്തുക? ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഉള്ള നമ്മുടെ ഗാട്ട് WTO ആയി മാറുന്നു. അങ്ങനെ ഇപ്പം ഇതിനകത്ത് അന്ന് ഈ ഗാട്ടിൻ്റെ ചർച്ച അന്തർദേശീയമായിട്ട് നടക്കുന്ന സമയത്ത് ടാൻസാനിയയുടെ മറ്റൊരു പ്രതിനിധിയാണെന്ന് തോന്നുന്നു, അവർ വന്നു. അപ്പോൾ ഇന്ത്യയെ ഒരു ചെറിയര പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ആ ഒരു ഇതൊക്കെ അപ്പോഴും നിൽക്കുന്നു, അതിൻ്റെ ഒരു പ്രഭാവമൊക്കെ അപ്പോഴും നശിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് മൂന്നാം ലോക രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇന്ത്യ പറയും നിലയ്ക്കാണല്ലോ നിൽക്കുന്നത്. അത് താൻസാനിയൻ പ്രതിനിധി അത് കഴിഞ്ഞ് പുറത്തു നിന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ ഇന്ത്യ ഇതിന് എന്തെങ്കിലും പറയും എടുക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പം ഇത് നശിപ്പിക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അന്ന് ബോധ്യമുണ്ട്. ഈ ലോകത്ത് നശിപ്പിക്കാൻ പോവുക, കൊല്ലാൻ പോകുന്ന ഇനിയിപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊല്ലണോ തല്ലിക്കൊല്ലണോ എന്ന കാര്യത്തിലാണ് ചർച്ച നടക്കുന്നത് എന്ന് ആ കാര്യത്തിൽ പറയുമായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയ സംഗതിയാവും. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പിന്നെ ഇത് മൂന്നാം ലോക രാജ്യങ്ങളുടെ കാർഷിക മേഖല തകർക്കാനുള്ള ഒരു അജണ്ടയാണത്. അത് കാർഷിക മേഖല അവർക്ക് തകർക്കണം. ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ 50 ഒക്കെ അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചിട്ട് 18 ഇടുന്നു. ഇന്ത്യ സീറോ ആക്കി. 0യ്ക്ക് മേളിലുണ്ടായിരുന്നു. 0 ആക്കുക ചില കാര്യങ്ങളിൽ. അപ്പോൾ ഈ 0 ആക്കിയ അമേരിക്കയും 0 ആക്കുമെന്ന് വിചാരിച്ചു. ഈ 18% അമേരിക്കയും 0 ആക്കി. ഇന്ത്യക്കത് അപകടമാണ് കാർഷിക മേഖലയെ സംബന്ധിച്ച്. കാരണം അവർ വളരെ ഉയർന്ന സാങ്കേതിക വിദ്യയും ഇത്രയും വിപുലമായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരല്ല. വലിയ സബ്സിഡി, ലോകത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിലല്ലോ, ഇവരൊക്കെ തന്നെ കൃഷിക്ക് സബ്സിഡി കൊടുക്കുന്നത്. വലിയ സബ്സിഡിയും വലിയ തോതിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് വളരെ എളുപ്പം നമ്മുടെ കാർഷിക മേഖലയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അത്രമേൽ അവർക്ക് ഇവിടെ ചീപ്പായിട്ട് കൊണ്ട് കൊടുക്കുന്നവരായിരിക്കും. ഇവിടുത്തെ മേഖല തകർക്കും, അത് ഉറപ്പാണ്. അതിപ്പം സോയാബീനിലായാലും ആപ്പിളായാലും മറ്റെന്തായാലും നമ്മുടെ മേഖലകൾക്ക് തകർച്ച വരും. പിന്നെ ഡയറി, പിന്നെ പാല്, ഈ മേഖലയിലെല്ലാം അത് വരും. എത്രത്തോളം പിന്നെ സുതാര്യത ഇല്ലാതെയാണ് ചെയ്തതെന്നുള്ളതാണ് അന്തർദേശീയമായി ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയുടെ ഒരു ഭയാനകമായ നിലയിലാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാർഷിക നിയമങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അതിനെതിരുള്ള സമരങ്ങൾ എല്ലാം സംഘടിപ്പിച്ച് വരുമ്പോഴാണ് ഈ നിലയിൽ വലിയൊരു പ്രശ്നം പിന്നെ കടന്നു വരുന്നത്. അത് എത്രത്തോളം അതിനെതിരെയുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടുപോവുക, അത് മാത്രമേ മാർഗമുള്ളൂ. കരാർ വ്യവസ്ഥകൾ പോലും ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതുവരെ മനസ്സിലായിട്ട് പോലും ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. തൊഴിൽ മേഖല ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ ഭയങ്കരമായ ക്രൈസിസ് കാണുന്നത്, പിരിച്ചുവിടൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് അമേരിക്കയിലെ അടുത്ത് ന്യൂയോർക്ക് ടൈംസിലെ പത്രപ്രവർത്തകരെ പിരിച്ചുവിട്ടപ്പോൾ ശശി തരൂരിന്റെ മകന് ജോലി പോയത് കൊണ്ടാണ് അത് ഇത്രയും ഒരു ആഘോഷിക്കപ്പെട്ട വാർത്തയായിട്ട് കേരളത്തിൽ പോലും എത്തിയത്. പക്ഷെ അവിടെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1,00,000 പേര് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത്രത്തോളം തന്നെ തൊഴിൽ മേഖലകൾ ജോലി ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയാണ് ഇതിനൊരു സെന്റർ ഓഫ് ഇത് എന്നും പറയാൻ പറ്റി തൊഴിൽ പ്രതിസന്ധിയുടെ. അത് ഇന്ത്യയിലേക്ക് അടക്കമുണ്ട്. ഇന്ത്യയിലും ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലില്ലായ്മയുടെ ഒരു പ്രശ്നം ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബീഹാറിലെ ഇലക്ഷൻ കാലത്തൊക്കെ അവിടുത്തെ യുവാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് ഇന്ത്യയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞ പുതിയ നിയമ നിർമ്മാണത്തിനെ കാണാൻ. ലേബർ കോഡിലും പ്രശ്നം പറയുന്നത് കരാർവൽക്കരിക്കും, സ്ഥിര ജോലി എന്നുള്ളത് ഇല്ലാതാകും, തൊഴിൽ സുരക്ഷ ഇല്ലാതാകും, സമരം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഈ തൊഴിൽ സുരക്ഷ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാതാക്കുന്നത് അതെങ്ങനെയാണ് ഈ അടുത്ത തലമുറയെ പുതിയതായിട്ടുള്ള തൊഴിലന്വേഷകരെ, പ്രത്യേകിച്ച് ഗ്രാമീണമായിട്ടുള്ള തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമ്മുടെ ഈ ഇന്ത്യയിൽ അസംഘടിത തൊഴിലാളികളാണല്ലോ ഏറ്റവും കൂടുതൽ, അസംഘടിത മേഖലയാണ് ഏറ്റവും കൂടുതൽ.
അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരവും സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരമായിട്ട് തട്ടിച്ചാണ് നിൽക്കുന്നത്. അപ്പം അവിടെ നടക്കുന്ന ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കും. ഇപ്പം പൊതുമേഖലയിലെ കാര്യങ്ങൾ എങ്ങനെ അത് സ്വകാര്യ മേഖലയിൽ പ്രതിഫലിക്കും. സർക്കാർ മാതൃകാ തൊഴിൽദായകരാണ് സർക്കാർ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളികളോട് എങ്ങനെയാണ് സർക്കാർ പെരുമാറുന്നത്, അതൊരു ബെഞ്ച് മാർക്ക് എന്ന നിലയിലേക്ക് ഇതര മേഖലയിലേക്ക് പോകും. അപ്പോൾ സംഘടിത മേഖല തൊഴിലാളികളുടെ എണ്ണം കുറവായിരിക്കാം, പക്ഷെ ആ മേഖലയെ തന്നെ അട്ടിമറിക്കപ്പെട്ടാൽ രാജ്യത്തിലെ തൊഴിൽ മേഖല മുഴുവൻ തകർക്കപ്പെട്ടു. ഇപ്പൊ ഓരോ ദിവസവും നമ്മുടെ ഈ ഒരു ഇൻഫോർമലൈസേഷൻ, കാഷ്വലൈസേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. നമ്മുടെ പബ്ലിക് സെക്ടർ മേഖലയിലും ഇപ്പോൾ എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാഷ്വൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരേ തൊഴിൽ ചെയ്യുന്നവർ പബ്ലിക് സെക്ടറിൽ പോലും ഉണ്ട്. ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ് ഇത് വേതനം കാഷ്വൽ തൊഴിലാളികളുടെ വരുന്നത്. 2002 സർക്കാർ ജീവനക്കാരുടെ സമരം നടന്നു DAക്ക് വേണ്ടി. DA നിർത്തിയായിരുന്നല്ലോ ആന്റണി ഗവൺമെന്റ്, UDF ഗവൺമെന്റ്. അതിനെതിരെ തൊഴിലാളികളെല്ലാം വലിയ സമരങ്ങൾ ചെയ്തു. ആ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ പൊളിക്കാൻ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വന്ന ഒരു ഇൻഫാം കർഷകരുടെ സംഘടനയാണ്. സ്വതന്ത്ര കർഷകരുടെ സംഘടന എന്ന നിലയ്ക്ക് ഇൻഫാം എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് ഇതാണ്: ഈ രാജ്യത്തിന് വേണ്ടി കർഷകർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ വേതനം കണ്ടില്ലേ, സർക്കാർ ജീവനക്കാരുടെ വേതനം കണ്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറേ എടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളത്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ പണ്ട് ഇവിടെ ഒരു പ്രശ്നം, കർഷകരും കർഷക തൊഴിലാളികളും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തന്നെ ബുദ്ധിമുട്ടിച്ച കർഷകരും കർഷക തൊഴിലാളികളും തമ്മിൽ സ്പ്ലിറ്റ് അല്ല, അവർ തമ്മിൽ ചില സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ആരോഗ്യകരമായ സംവാദവാദം, ശത്രുക്കൾ തമ്മിലുള്ള സംവാദമല്ല, അങ്ങനെ ചിലങ്ങളിൽ റിപ്പോർട്ടുണ്ടാകും. കാർഷിക മേഖല ഇപ്പൊ റബ്ബർ ടാപ്പേഴ്സിന്റെ റബ്ബർ മേഖല തകർന്നു കഴിഞ്ഞു. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ കർഷകർക്ക് പറ്റത്തില്ല. കർഷകർക്ക് പറ്റാതെ ആ കൂലി എങ്ങനെ കുറയ്ക്കുന്നു? കൂലി വിഷയത്തിൽ കർഷകരുമായിട്ടൊരു സ്പ്ലിറ്റ് വരാം. പക്ഷെ അതൊരു പരിധി കഴിയുകയും അനാരോഗ്യകരമായി പോകാനായിട്ടും പാടില്ല. അതൊക്കെ ഇവർ ഇനി അത് ഉപയോഗപ്പെടുത്തും. ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സ്പ്ലിറ്റുകൾക്ക് വലിയ തോതിൽ അവർ ഉപയോഗപ്പെടുത്തും. മൊത്തത്തിൽ വെയ്ജ് ബില്ല് കുറയുകയാണല്ലോ. ഇതിലേക്ക് താഴേക്കാണല്ലോ ഇടിഞ്ഞിടിഞ്ഞ് വരാൻ പോകുന്നത്. ലോകത്തും ഇന്ത്യയിലും ഒരു വർഷം ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധന സാമഗ്രികളുടെ വാല്യൂ, അതാണല്ലോ GDP നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത്. അത് വീതം വയ്ക്കുകയാണല്ലോ പ്രൊഡ്യൂസേഴ്സിന്, അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ തൊഴിലാളിക്ക് കിട്ടുന്ന ഒരാണല്ലോ ഇത് മൂല്യം ഉണ്ടാക്കിയത്. തൊഴിലാളിക്ക് കിട്ടുന്ന ഭാഗമാണ് വെയ്ജ് ബില്ല്. ആ വെയ്ജ് ബില്ല് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുക. തൊഴിലാളിയുടെ കൂലി കൂടുക, അതൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ലോകത്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുക തൊഴിലാളിയുടെ. അപ്പോൾ ഇങ്ങനെ ഒരു വീക്ഷണം, ഈ ഒരു രീതി വന്നാൽ മാത്രമേ തൊഴിലാളികൾ തന്നെ ഇപ്പം ഒരു ഉയർന്ന വേതനം പറ്റുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർ തൊഴിലാളി അല്ലെന്ന് കരുതുന്ന ആൾക്കാരും ഒക്കെയും ഉണ്ട്. തൊഴിലാളികളുടെ വലിയ കൂട്ടായ്മയെ തകർക്കാൻ കഴിയുന്ന അനുകൂല ഘടകം ഒന്ന് ഈ കാഷ്വലൈസേഷൻ, മറ്റൊന്ന് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ കഴിയും. അന്തർദേശീയമായിട്ട് ഭിന്നിപ്പിക്കാൻ പറ്റും. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ മറ്റ് വലിയ വൻകിട രാഷ്ട്രങ്ങളിലെ തൊഴിലാളികൾ, അവർക്ക് ഉയർന്ന വേതനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അപ്പോൾ 3-4 രാജ്യങ്ങളിലെ ആൾക്കാർക്ക് കുറഞ്ഞ വേതനം കിട്ടുന്നു. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് ലേബർ അരിസ്റ്റോക്രസി എന്ന് പറയുന്നൊരു പ്രശ്നം അവർക്ക് അവിടെ കടന്നു വരാം. അപ്പോൾ ആ തൊഴിലാളികൾ അതെപ്പോഴും ഇന്റർനാഷണൽ ആയിട്ടുള്ള സോളിഡാരിറ്റിക്ക് തടസ്സം നിൽക്കുന്നൊരു സംഗതി, വൻകിട രാഷ്ട്രങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അവരെ ഇവിടുന്ന് കൊള്ളയടിച്ചിട്ടാണ് അവർക്ക് മെച്ചപ്പെട്ട വേതനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കും. വർക്കിംഗ് ക്ലാസ് സോളിഡാരിറ്റിയെ സംബന്ധിച്ചുള്ളൊരു വർക്കിംഗ് ക്ലാസിന്റെ ഒരു കോൺഷ്യസ്നസിന്റെ പ്രശ്നം അത് തകരും. അത് നിൽക്കത്തില്ല. കാരണം ഈ പ്രതിസന്ധി അവിടെ വർദ്ധിക്കുന്നു, ഇന്റേണലായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ടാണ് കുടിയേറ്റ തൊഴിലാളികൾ തിരിച്ചു പോകണം, ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ജോലി വേണം എന്നൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടുത്തെ ഒരു തൊഴിലാളികളെ അടക്കി ഒതുക്കി സംതൃപ്തരാക്കി നിർത്തിയിരുന്ന അവസ്ഥ ഇനി തുടരാൻ കഴിയാത്ത തരത്തിൽ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പ്രതിഫലനവും കൂടിയാണ് ആൾക്കാരെ പറഞ്ഞുവിടാനും എടുക്കാനും. അത് മാത്രമല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ AI-യുടെ ഒരു വരവ് പല തരത്തിൽ ടെക്നോളജി, ഇതിന് പണ്ട് കമ്പ്യൂട്ടർ വരുമ്പോ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടം മാതിരിയുള്ള ഭയം അതല്ല, അതൊരു റിയൽ ഭയമായിരുന്നില്ല സത്യത്തിൽ എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, അതായത് AI-യുടെ വരവെന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിൽ വരെ ആൾക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇതിന് ബദലുണ്ട്. തൊഴിലിന് മനുഷ്യ വിഭവശേഷിക്ക് പകരമായിട്ട് ടെക്നോളജിയെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു ഭീഷണിയായിട്ടാണ് ലോക ആഗോളതലത്തിൽ നിലനിൽക്കുന്നത്.
അത് കേരളത്തിൽ അതെ, അല്ലേ? അതിനെതിരെയുള്ള മൂവ്മെന്റ് ഒക്കെ ഈ സിനിമാ മേഖലയിൽ ജോലി അതെ, അവിടെ സമരം ഉണ്ടായിരുന്നു. അവരുടെ ഹോളിവുഡിൽ സമരം. ആ നിലയിൽ അവർ വളർന്നു വന്നിട്ടുണ്ട്. അത് സത്യത്തിൽ ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകളെ എങ്ങനെ കാണണമെന്നുള്ളതിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുത്തൻ സാങ്കേതിക വിദ്യ വന്നു, AI മറ്റു കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ ഗുണഗണങ്ങൾ മറ്റു കാര്യങ്ങൾ, അതിൽ നമ്മൾ പ്രാവീണ്യം നേടണം. ഇങ്ങനെ ആണ് എൻ്റെ മിക്കവാറും പേര് AI പരിചയപ്പെടുത്തുന്നു, അല്ലെ പുതിയൊരു ടെക്നോളജിയെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം 10 മണിക്കൂർ ജോലി ചെയ്തു, 10 മണിക്കൂർ ജോലി ചെയ്ത് തൊഴിലാളികളുടെ ഔട്ട്പുട്ട് കിട്ടാൻ AIയോ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയോ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം 5 മണിക്കൂർ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി 5 മണിക്കൂറിൻ്റെ കൂലിയോ അതിൻ്റെ സർപ്ലസ് വാല്യൂ അപ്പോൾ അത്രയും വന്നല്ലോ, അത് ആർക്കാ കിട്ടണ്ടേ? അപ്പം നേരെ വിപരീതം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു 1.5 നൂറ്റാണ്ടായി ചിക്കാഗോയിൽ പിന്നെ 8 മണിക്കൂറിന് വേണ്ടി ആ കാലത്തിൽ സമരം നടത്തി. അതാണല്ലോ ഇപ്പോഴും തൊഴിലാളികളുടെ ഒരു വലിയൊരു മാഗ്ന കാർട്ട പോലെ അതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 8 മണിക്കൂർ എന്ന നിലയിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്താ ഈ ടെക്നോളജി, ഈ വികാസം വഴി എല്ലാം വന്ന പ്രയോജനം വീണ്ടും കേന്ദ്രീകരണത്തിനാണല്ലോ സഹായിക്കുന്നത്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെയും അവരുടെയൊക്കെയും പിന്നെ CEOമാരും ഓണർമാരും ഒക്കെ പറയുന്നത് 12 മണിക്കൂർ ജോലി ചെയ്യുന്നതാണല്ലോ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തിനാ ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുന്ന ജീവിത പങ്കാളിയായിട്ട് സംസാരിച്ച് സമയം കളയുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം അവർക്ക് യഥേഷ്ടം പറയാൻ, ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് കേരളത്തിൽ സംഭവിച്ചൊരു പ്രശ്നമുണ്ട് കേട്ടോ. ലേബർ കോഡ് നിയമങ്ങളൊക്കെ വന്നു, അതിൻ്റെ ചട്ടങ്ങൾ ഇങ്ങോട്ട് വരണം. ചട്ടങ്ങൾ ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ ചില ചട്ടങ്ങളൊക്കെ പാലിക്കാം. എന്നാൽ ഈ സമയത്തെ സംബന്ധിച്ച്, ജോലി സമയത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള കേരളത്തിൻ്റെ മുമ്പോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും ഈ ഒരു കാഴ്ചപ്പാടിന്, പുരോഗമനപരമായ കാഴ്ചപ്പാടിലല്ല. തൊഴിലിൻ്റെ സമയം കുറയുവാണല്ലോ ചെയ്യേണ്ടത്. അതാണല്ലോ തൊഴിലാളി, അവൻ്റെ സർഗാത്മകതയും അവനൊരു തൊഴിലാളി അന്തസ്സ്, ഡിഗ്നിറ്റിയും, പിന്നെ എന്തിന് അവൻ രാഷ്ട്രീയം പഠിക്കുന്നതും പോലും അവന് സമയം കിട്ടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അപ്പോൾ ഈ ടെക്നോളജി വരുന്നത് ആർക്ക് പ്രയോജനം ചെയ്യുന്നു? അപ്പം ഭരണകൂടം ആരാണ്, ഭരണകൂടത്തിൻ്റെ നയം, ഭരണകൂടം ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് അനുസരിച്ച ആണ് ഇരിക്കുന്നത്. ഏത് ടെക്നോളജി അങ്ങനെയാണല്ലോ. ഇപ്പോൾ എന്ത് വേണം എന്നത്, ഇപ്പം ഊർജത്തെ സംബന്ധിച്ചാണെങ്കിൽ എന്ത് ഊർജം വേണം എന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും മികച്ച ഊർജം, പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഊർജം, മനുഷ്യൻ്റെ ചെലവ് കുറഞ്ഞ ഊർജം, ഇങ്ങനെ ആ മേഖലയിലേക്ക് ഗവേഷണം നടത്താം, ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അത് ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങൾ ലോകത്ത് എവിടെയുണ്ട്? എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ കോക്കസിന് പിന്നെ മുതലാളിമാരുടെ സംവിധാനത്തിനാണ് മേൽക്കൈയെങ്കിൽ അവരിപ്പോൾ സോളാറോ മറ്റോ കാര്യങ്ങൾ വന്നാൽ ആ മേഖലയിലെ ഗവേഷണത്തിനെ അവരവിടെ പിടിച്ചു നിർത്തും. ഇപ്പം തൽക്കാലം വേണ്ട, ഈ നമ്മൾ കുഴിച്ചെടുക്കാൻ പോകുന്ന എണ്ണയും അതിൻ്റെ ഇതാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അറ്റോമിക് പ്ലാന്റുകൾക്ക്, മിനി അറ്റോമിക് പ്ലാന്റുകൾക്കുള്ള അനുമതി കൂടുതൽ കൊടുക്കുന്നു. ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർസ് വരുന്നു. ഇതും മറ്റേ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പുറത്താണ് ഇത് നടത്തുന്നത്. ഇത് നിയമം പരിഷ്കരിച്ചു. നമ്മൾ പറഞ്ഞ പോലെ പിന്നെ തൊഴിലാളിയുടെയും പ്രകൃതിയും കൈകാര്യം ചെയ്യാനുള്ള നിയമം പരിഷ്കരിക്കുന്നു. ഇവിടെ നിയമം പരിഷ്കരിച്ചിരിക്കുക. പിന്നെ മിനറൽസിന്റെ നിയമം 2020 പരിഷ്കരിച്ചു. സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു വരാം. വളരെ മർമ്മപ്രധാനമായ സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു ഘടകം എന്ന നിലയിൽ അത് കാത്തു സൂക്ഷിക്കുന്ന, അത് സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു വരാം എന്ന നിലയിൽ പോകാം. അതുപോലെ ആറ്റമിക് എനർജിയെ സംബന്ധിച്ച് മുൻപ് ആറ്റോമിക് റിയാക്ടർ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നിയമം പിന്നെ അതിന് ചില ലൈബിലിറ്റികൾ അവർക്കുണ്ടായിരുന്നു. ഇതുണ്ടാക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളും പറ്റില്ല. ആ ലൈബിലിറ്റിയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒഴിവാക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡുലാർ ഇതിനകത്ത് ചില പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് വളരെ ഭേദപ്പെട്ടതാണ് എന്ന നിലയിൽ അതിൻ്റെ വക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടെക്നോളജി വളരെ വേഗം ഇങ്ങോട്ട്, അതിനും ഈ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന പോലെ ഒരു പരിപാടി കേട്ടോ. പിന്നെ ഇതാണ് ഏറ്റവും പിന്നെ മികച്ച സംഗതി. അതിനെതിരായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും സമരങ്ങളും മുഴുവൻ ഇല്ലാണ്ടാക്കുകയും ചെയ്തല്ലോ വേറൊരു വശത്ത്. അതെ അതെ. അത് ഈ തൊഴിലാളികളുടെ ക്ലാസ് റെപ്രസെന്റേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഇങ്ങനെ ഒരു ക്ലാസ് റെപ്രസെന്റേഷനിൽ ഇത്രമാത്രം അട്ടിമറി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയനുകൾക്ക് ഈ തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾ മാത്രമല്ല, തൊഴിൽ മേഖലകളെയും കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുമുണ്ട്. അവർ വലിയ പ്രതിസന്ധിയെ നേരിടുവാണല്ലോ. ഇപ്പം ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു അജണ്ട. ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിൾ ആക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് കാഷ്വലൈസേഷൻ, പിരിച്ചുവിടാം, വളരെ ഫ്ലെക്സിബിളാണ്, റിജിഡ് അല്ല. റിജിഡായ നിയമങ്ങൾ അത് മാറ്റിക്കളയണമെന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു രീതി. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ
അതിനെതിരെയുള്ള മൂവ്മെന്റ് വളർന്നു വരുന്നതോടൊപ്പം തന്നെ വൺസ് ഇത് പിന്നെ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ, ശിഥിലമാക്കി കഴിഞ്ഞാൽ തൊഴിലാളി മറ്റൊന്നായി മാറി. തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാർ കാർഷിക മേഖലയിൽ പോകുന്നു, പെറ്റി പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ഒരു സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന ആൾക്കാർ, കച്ചവടത്തിൽ പോകുന്ന ആൾക്കാർ, കച്ചവടം നടത്താമല്ലോ നമുക്ക് വേണമെങ്കിൽ പക്ഷേ അവരൊരു ആധുനിക വ്യവസായത്തിൽ, ഇപ്പം എറണാകുളത്തെ ആധുനിക വ്യവസായത്തിൽ പോകുന്നു. ഇവരുടെ ഒരു അവബോധം വ്യത്യസ്തമായിരിക്കും. ഒരു ശരിയാം വണ്ണം ആധുനിക തൊഴിലാളി എന്ന നിലയിൽ അതിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളിലും ഒത്തിണങ്ങി വരികയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും ഒക്കെ നല്ല നിലയിൽ നടക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മികച്ച അവബോധമായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. ഒരു പിന്നെ സമൂഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ആധുനിക ചിന്തകൾ, ജാതി മത ഇതിൽ നിന്ന് വ്യത്യസ്തമായ സംവിധാനങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള ചിന്തകളിലേക്ക്, ഒരു മാനവികത ചിന്തയിലേക്ക് തൊഴിലാളികൾ അതുകൊണ്ടാണ് സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് തൊഴിലാളിയാണെന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇപ്പോൾ ഈ ലേബർ മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ച ഒരു ഘടകം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ തകർച്ചയിൽ എങ്ങനെ നിൽക്കുന്ന, തകർച്ചയെ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആ തകർച്ചയുടെ ഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ അമ്പരന്ന് പോവുകയോ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിന് അത് കഴിയാതെ വരികയും അവരെ കൊണ്ട് പറ്റാതെ വരികയും അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ വരിക, രാഷ്ട്രീയമായ ചോർച്ചയും ഒരേ സമയം ഈ പ്രശ്നം രാഷ്ട്രീയ ചോർച്ച ഉണ്ടാക്കാം. ഈ രാഷ്ട്രീയ ചോർച്ചയും ട്രേഡ് യൂണിയനെ മനസ്സിലാക്കുന്നതിൽ പ്രശ്നം. ട്രേഡ് യൂണിയന്റെ സ്വതന്ത്രത കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ വലിയ ഉടവ് തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഉൾപാർട്ടി സമരം നടക്കുന്ന സമയത്ത് പാലക്കാട് സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് EMS കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് ഇ ബാലാനന്ദൻ, പോളിറ്റ് ബ്യൂറോ മെമ്പറായി ഇ ബാലാനന്ദൻ ആ നിലയിൽ ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന വിഭാഗീയതയുടെ ആ മട്ടിലൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു വർക്കിംഗ് ക്ലാസ് പ്രസ്ഥാനമാണ്. അതിൻ്റെ വർക്കിംഗ് ക്ലാസ് കണ്ടന്റ് പോയാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് അനുഭവിക്കും എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പം ട്രേഡ് യൂണിയൻ ലീഡേഴ്സിൻ്റെ ഒക്കെ പാർട്ടിസിപ്പേഷൻ കുറയുന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ അതിന് ഈ ഒരു ടേം അദ്ദേഹം ഉപയോഗിച്ചു. അതൊരു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ഏറ്റവും ഉയർന്ന, പക്ഷെ ഇത് പറയാൻ അതിന് മടിയില്ല. ആ സ്വതന്ത്രതയുണ്ട്. അപ്പം ബർദനുണ്ടായിരുന്നു, AB ബർദനുണ്ട്, അല്ലെങ്കിൽ MK പാന്തയ്ക്കുണ്ട്. അവർ ട്രേഡ് യൂണിയനിസ്റ്റാണ്. അവരിപ്പോൾ ബാലാനന്ദൻ തൊഴിലാളി ഇതിൽ നിന്നാണ്, മറ്റവരല്ലാത്തത് കൊണ്ട് അവർക്ക് ആ ട്രേഡ് യൂണിയൻ കോൺഷ്യസ്നെസ് ഇല്ലാന്നില്ല. അതിനാണല്ലോ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആ കൾച്ചറായി, വർക്കിംഗ് ക്ലാസ് കൾച്ചർ, ഉന്നതമായ കൾച്ചറിലേക്ക് അവർ എത്തുമ്പോഴാണല്ലോ അതിന് കുറവ് വന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ തൊഴിലാളി ട്രേഡ് യൂണിയനുകൾക്ക് പലപ്പോഴും പറ്റാതെ വരുന്നുണ്ട്. അത് ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ ലീഡ് ചെയ്യുന്നതിന് അവർക്ക് തടസ്സം വരും. അവർ ആ വർക്കിംഗ് ക്ലാസ് പൊളിറ്റിക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റു പലരും ഒക്കെ കാണുന്ന പോലെ ഇതിനെ കാണണം, അല്ലെങ്കിൽ ഭരണപരമായ നടപടിയായിട്ടൊക്കെ കാണേണ്ടി വരും. ഒരു സംവിധാനം തകർന്നു പോകുമ്പം എങ്ങനെയാണ് ആ തൊഴിലാളികളെ പിടിച്ചു നിർത്തുക, അതേസമയം ഇതിനെതിരെയുള്ള സമരവും ചെയ്യിക്കണം. കേവലം ക്ഷേമമായിട്ട് അവരെ ഉറപ്പിച്ച് നിർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്തുക എന്ന് മാത്രമല്ല, അതേസമയം ഇതിനെതിരെ ഫൈറ്റിങ് ചെയ്യണം. അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുക, അതേ മാർഗമുള്ളൂ. അതിൽ എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ നേരിടുന്ന വലിയ പ്രശ്നം. കേരളത്തിലൊക്കെയാണെങ്കിൽ തന്നെയും സ്വതന്ത്രമായ നിലപാടുകൾ പലപ്പോഴും ട്രേഡ് യൂണിയനുകൾക്ക് എടുക്കാൻ പറ്റാത്ത, എടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനമുണ്ട്. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്മാർട്ട് മീറ്റർ വരുന്നത് പറഞ്ഞാൽ ദേശീയ അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ വരുന്നത് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമാണ്. അതിൻ്റെ റവന്യൂ സെക്ഷൻ ഒരു കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ള നിലയിൽ വന്നു. അപ്പം കേരളത്തിൽ അതിനെ മാറ്റി പൊതു സംവിധാനത്തിലേക്ക് അത് കൊണ്ടുവന്നു. ട്രേഡ് യൂണിയൻ്റെ മാത്രം ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം ട്രേഡ് യൂണിയൻ നടത്തിയ സമരം. ഈ സർക്കാരുകളൊക്കെ വരുന്ന സമയത്ത് സർക്കാരിനെ നമ്മൾ കണ്ണിലുണ്ണിയായിട്ട് കാത്തു സൂക്ഷിക്കണം. അത് ട്രേഡ് യൂണിയനുകളൊക്കെ ആണെങ്കിലും സംഘടനകളാണെങ്കിലും പറയും. ഈ സർക്കാരിനെ രാഷ്ട്രീയമായി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ സുപ്രധാനമായ ഘടകമാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ ആ സർക്കാരിനെ കറക്റ്റാണ്. കാരണം ഒരു ഇടതുപക്ഷ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വർക്കിംഗ് ക്ലാസിനെ സംബന്ധിച്ച് ഇപ്പം കിട്ടുന്ന ക്ഷേമത്തിന് വേണ്ടി മാത്രമല്ല, അത് വേണം ലോങ് ടൈമിൽ. അതൊരു രാഷ്ട്രീയമാണ്. അതിനർത്ഥം തൊഴിലാളി വർഗം ഒരു സ്വതന്ത്രതയെ മാറ്റി ഇതിനെല്ലാം ഇങ്ങനെ ന്യായം പറയാനോ അല്ല ചിലതിന് പറയാതിരിക്കില്ല. അവരുടെ ഇഷ്യൂസിൽ അവർ അതാണ് നിലപാട് എന്ന് പറയുക.
തിരുത്തിക്കേണ്ട കടമയാണ്. ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ മുന്നണി പടയാളിയാണ് വർക്കിംഗ് ക്ലാസ് എങ്കിൽ ആ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു കടമയുണ്ട്. അതെന്താ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലും പൊളിറ്റിസൈസ് ചെയ്യാം, രാഷ്ട്രീയവൽക്കരിക്കാം. അത് വേണമല്ലോ. അങ്ങനെ വേറൊരു സംഘടന പോലെ അല്ല. ഇപ്പൊ കർഷകരുടെയോ പോലും അല്ല. തൊഴിലാളി വർഗത്തിന് അങ്ങനെയാണെങ്കിൽ ലക്ഷണമൊത്ത ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അവർക്ക് തിരുത്തിക്കാൻ പറ്റും. അത് ഇന്ത്യയിൽ അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ സ്മാർട്ട് മീറ്ററിൽ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തിരുത്തുവായത്. കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തിരുത്തി. അതിൽ തെറ്റൊന്നുമില്ല. അതെല്ലാ കാലത്തും അങ്ങനെ അവരുടെ കടമ നിർവഹിച്ചു. ആ കടമ നിർവഹിക്കണം. ഇല്ലെങ്കിൽ പ്രസ്ഥാനവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരുത്തപ്പെടാതെ പോകാം. ഇവര് കുറ്റിയറ്റു പോവുകയും ചെയ്യും ട്രേഡ് യൂണിയൻ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ നമ്മൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചെറിയൊരു ചലനം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു കർഷക സമരം നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള സമരവും ട്രേഡ് യൂണിയൻ സമരങ്ങൾ മാത്രമല്ല ഒരു തരത്തിലുള്ള സമരങ്ങൾക്കുള്ള സ്പേസ് ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാ. ഈ ഒരു ഫാസിസ്റ്റ് സർക്കാർ അതിന്റെ എണ്ണത്തിൽ കുറവ്. ഇപ്പോൾ രണ്ടാമത്തെ ടേമിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആദ്യത്തെ തവണത്തെ ഭൂരിപക്ഷം ഇല്ല. പക്ഷെ തിരിച്ച് പ്രതിപക്ഷത്തിന് ഈ പറയുന്ന ഒരു കോൺഷ്യസ്നെസ് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയോ, ഒത്തൊരുമില്ലാതായി പോകുകയോ ഒക്കെ ചെയ്യല്ലേ ചെയ്യുന്നത്. ഈ തിരുത്തൽ ശക്തി എവിടെ നിന്നാണ് ഉണ്ടാവുക ഇനിയുള്ള കാലത്ത്? അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ ഈ സമീപകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയൊക്കെ സമരത്തില് ഇടതുപക്ഷ കണ്ടന്റ് ഉണ്ടായിരുന്നു പറയാം. പാർട്ടികളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഒരു ഇടതുപക്ഷ കണ്ടന്റാണ് അതിനെ ഓർഗനൈസ് ചെയ്യാനും മുന്നോട്ട് നയിക്കാനും ഒക്കെ ഇതാക്കിയത്. പക്ഷേ ആ ഇടതുപക്ഷ കണ്ടന്റിനെ ആ പാർട്ടിക്ക് പോലും ഏറ്റെടുക്കുന്നതിലോ റെപ്രസെന്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. പാർട്ടി എന്നുള്ള തരത്തില്, പ്രസ്ഥാനം എന്നുള്ള തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതും ഒരു ഈ പറഞ്ഞ ഇതിനോട് ചേർത്ത് വായിച്ചു അതൊരു പരാജയമായിട്ട് തന്നെ പരിഗണിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ സംഗതി അത് ഒരേ വണ്ണമല്ല ഇന്ത്യയിലാകമാൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ തദ്ദേശീയ ഓരോ സ്ഥലങ്ങളിൽ നല്ലതിലുണ്ട്. ഇപ്പൊ കർഷക സമരത്തില് കർഷകരുടെ ഐക്യമുന്നണിയും മറ്റു കാര്യങ്ങളിലെല്ലാം വലിയ വളർന്നു വന്നു. അതിന് മറ്റേത് കാലഘട്ടത്തിലും ഇല്ലാത്ത വണ്ണം ഒരു കർഷകർ ഒരു വർഗം എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നുപോയത്. അല്ലെങ്കിൽ അവര് പതിവ് പോലെ ജാട്ടുകള് അല്ലാത്തവര് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാൻ ശ്രമിച്ചു. അതുപോലെ സമ്പന്നരായ കർഷകർ, അല്ലാത്ത കർഷകർ, പഞ്ചാബിലെ ഹരിയാനയിലൊക്കെ സമ്പന്ന കർഷകരുടെ സമരം അങ്ങനെ പറഞ്ഞു. അത് ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു. അതില് വീണ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പലരും അങ്ങനെ ആടിക്കളിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിലേക്ക് കറക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിലിപ്പം ഇപ്പൊ കർഷക സമരങ്ങളിലുമൊക്കെ എനിക്ക് തോന്നുന്ന ഇപ്പൊ സീതാറാം യെച്ചൂരിക്കുള്ള ആൾക്കാരൊക്കെ സദാ അതിനകത്ത് പങ്കെടുത്തു. ഇപ്പം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടി അശോക് ധാവ്ള, അദ്ദേഹത്തിന്റെ സമരത്തിന്റെ നേതാവാണ് ഉണ്ട്. അപ്പൊ ഇവരുടെ PB അംഗങ്ങൾ തന്നെയാണ് ഇതല്ലോ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതുണ്ട്. പക്ഷെ അത് ഇന്ത്യയിലാകാൻ എന്തൊരു കേരളത്തില് ആ ഒരു പൊളിറ്റിക്സ് കണ്ടറിഞ്ഞില്ല. കർഷകര് നടത്തുന്ന ഒരു വലിയ മൂവ്മെന്റ് എന്ന നിലയിൽ മോദിക്കെതിരെ നടത്തുന്ന ഒരു താൽക്കാലിക എന്ന നിലയ്ക്കല്ല, വലിയ ഒരു മൂവ്മെന്റ് ആണ്. അതിന് വലിയ മാനങ്ങളുണ്ട് എന്ന നിലയിലല്ല കേരളത്തിൽ അത് വലിയ തോതിൽ വായിക്കപ്പെടുകയും ഉപയോഗപ്പെടുകയും ചെയ്തത്. അതൊരു പ്രചാരണ പരിപാടി എന്നല്ല. അത് മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഒരു പക്ഷെ കേരളത്തിലെ കാർഷികാവസ്ഥയിൽ അപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ടും കൂടിയാവാം. മറ്റേ കാർഷികാവസ്ഥയിൽ ഡയറക്റ്റ് ബാധിക്കുന്നത് പോലെ കേരളത്തിലെ സ്ഥിതി ആയിരുന്നില്ല എന്നുള്ളത് അതൊരു ഘടകമായിട്ട് കണക്കാക്കാം. പക്ഷെ കേരളം നാഷണൽ ആയിട്ടുള്ള മറ്റു പല ഇഷ്യൂസും വലിയ തോതിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ടാകും. ഏറ്റവും വലിയ സുപ്രധാനം എനിക്ക് ആ കർഷക സമരത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അതൊരു ദിശ പകർന്നു. വിശേഷിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരാള് രാഷ്ട്രീയമായി കുറച്ചുകൂടിയൊക്കെ പരിപക്വമാകുന്നതിന് ഏറ്റവും പങ്കുവഹിച്ചൊരു സമരമാണ്. ആ സമരത്തില് എൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒന്നും ആ നിലയിലല്ല കണ്ടിരുന്നത്. പിന്നീട് ആ സമരം നൽകിയൊരു പാഠമുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ നടത്തുന്ന ജാഥകളും കോൺഗ്രസ് നടത്തിയ ജാഥകളും മറ്റു പല കാര്യത്തിലേക്കൊക്കെ ഇത് സഹായിച്ചു. ലെഫ്റ്റുമായിട്ടുള്ള ആ സമയത്തെ ഈ അടുപ്പവും ഒക്കെയും ഇന്ററാക്ഷനും ഒക്കെയും രാഹുൽ ഗാന്ധിയെ ഞാൻ പറഞ്ഞ ഒരു വർഗം എന്ന നിലയിൽ കർഷകർക്കും തൊഴിലാളികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർ തിരുത്തുന്ന അവസ്ഥയിലേക്ക് കോടതിയെ മാത്രമല്ല. കോടതി ആദ്യം പറഞ്ഞാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ റോഡിലൊന്നും പോയി നിൽക്കരുത്, നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ കോടതി തന്നെ തിരുത്തി. അപ്പം ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഒരു
പണിയെടുക്കുന്നവർക്ക് ഒരു വർഗം എന്ന നിലയിൽ മൊബിലൈസ് ചെയ്യപ്പെട്ടാൽ കഴിയും. പിന്നെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഈ നിലയിൽ നാഷണലായിട്ട് ഒരു പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്, അതിനുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അതിന് വലിയ പ്രാധാന്യം പിന്നെ ഈ മീഡിയ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കാണും. രാഷ്ട്രീയ രംഗത്തും കൂടി അതിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ളൊരു വലിയ മൂവ്മെൻറ്റ് വളർന്നു വരുന്നുണ്ട്. അത് ഈ ഇൻ്റർനാഷണലി തന്നെയും ഒരു ആ കാര്യത്തിലുണ്ട്. ഒരു പക്ഷേ ഈ പീരീഡ് അതേ മാർഗമുള്ളൂ. ഇതല്ലാതെ ഇനി ഒരു മാർഗമൊന്നും, ഇതിനോട് സമരസപ്പെട്ടു പോകൽ ഒരു മാർഗമേ അല്ലല്ലോ. ഇത് ഫൈറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ സർവനാശം എന്നുള്ളൊരു ഭരണകൂടം എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്ന സ്റ്റേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത് മാത്രമല്ലല്ലോ. കോർപ്പറേറ്റ് എന്ന് പറയുന്ന വലിയ ഭീമാകാരമായ രൂപത്തില് അദാനിയെ പോലെ അംബാനിയെ പോലുള്ള, കാരണം സകലമാന ഇളവുകളും സകല ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ഭരണകൂടം തന്നെ കോർപ്പറേറ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന് കേരള സർക്കാർ പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളൊരു വിമർശനവും കൂടെ ഉണ്ട്. ഈ കോർപ്പറേറ്റ്, അതായത് ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് വൽക്കരണം അല്ലേ, അങ്ങനെയല്ലേ പറയാം. ഇത് വളരെ ശ്രദ്ധേയമായത് കാരണം വെച്ചാല് പിന്നെ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി പുറത്ത് യാത്ര പോകുമ്പോൾ പത്രപ്രവർത്തകരോ ക്യാബിനറ്റ് അംഗങ്ങളോ ഒക്കെയാണ് ആ യാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നത്. അപ്പോഴും പിന്നെ ലെഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പിന്നെ ഭരണവർഗത്തിന്റെ പ്രതിനിധിയാണ്. പിന്നെ ഭരണവർഗം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്, കോർപ്പറേറ്റുകളുടെ പ്രതിനിധിയാണല്ലോ കോൺഗ്രസ് എന്ന നിലയിൽ അങ്ങനെ പറയാം, തിയററ്റിക്കലായിട്ട് അങ്ങനെ പറയാം. അങ്ങനെ തന്നെ ആണ് താനും, അങ്ങനെ ആയിരുന്നു താനും. പക്ഷേ പ്രകടമല്ലായിരുന്നു. അതങ്ങനെ നിൽക്കുമായിരുന്നു, അവരുടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്രം. ഇതിപ്പോൾ ഇവിടുന്ന് പിന്നെ അദാനിയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്നു. ഓസ്ട്രേലിയ കൊണ്ടുപോയിട്ട് കൽക്കരിയുടെ കച്ചവടത്തിന് അവിടെ ഉറപ്പിക്കുന്നു. ശ്രീലങ്കയിൽ പോകുന്നു, ഇതിനൊക്കെ ചെയ്യുന്നു. ഇവരായി മാറുന്നു. ഇത് ഒന്നാവുക. അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഭരണകൂടം പിന്നെ സർക്കാരുണ്ട്, കോടതിയുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ ഭരണകൂടം എന്ന നിലയിൽ വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കോർപ്പറേറ്റും കൂടി ചേർന്ന് ആയിട്ട് ഈ പിന്നെ ഭരണകൂടം മാറുന്ന ഒരവസ്ഥയും കോർപ്പറേറ്റും ഇതും പിന്നെ സങ്കുചിത ദേശീയതയിൽ അടിയുറച്ച ഹിന്ദുത്വ അജണ്ട. അത് ഇവിടെ ഹിന്ദുത്വം ആയതുകൊണ്ട് മറ്റൊരിടത്ത് മറ്റൊരു സംഗതിയെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഇവിടെ പറ്റിയൊരു സംഗതി ഇതായതുകൊണ്ട് അങ്ങ് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി ആവുമ്പോൾ സത്യത്തിൽ അതൊരു ടിപ്പിക്കൽ ഫാസിസത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം എന്ന നിലയിലേക്ക് എത്തിച്ചേരും.